നിങ്ങൾ പടം കാണും. ഇവിടെ നിന്ന് റിവ്യൂ ചോദിക്കുന്നേക്കാൾ ഒരു 150 രൂപ ഉള്ളൂ. പോയി പടം കണ്ട എല്ലാ സൈഡും ഓക്കെ ആണ്. പടം ഇഷ്ടപ്പെട്ടു, ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഹൈപ്പിന് അത്ര ഇല്ല. ഹൈപ്പിന് അതിൻ്റെ ചോദിച്ചാൽ അത്രയ്ക്കൊന്നുമില്ല, ഒറിജിനൽ കഥയല്ലേ. പക്ഷെ കൊള്ളാം, സീനൊന്നുമില്ല, ഓക്കെയാണ്. സ്റ്റോറി പടം എങ്ങനെ എടുക്കും? അടുത്ത ഇങ്ങനെ എനിക്ക് അല്ല മോശമൊന്നുമില്ല. അല്ല പറയാറിലൂടെ ചേട്ടാ എങ്ങനെയുണ്ട് മഞ്ഞുമൽ ബോയ്സ്? എങ്ങനെയുണ്ട്? സൂപ്പർ പടം, പൊളി പൊളി പൊളി, രക്ഷയില്ല. ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ത്രില്ലിംഗ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല പക്ഷെ എനിക്ക് പേടി, ഇനി ഞാൻ പോകത്തില്ല, പേരൻസിന്റെ കൂടെ ഇനി പോകത്തുള്ളൂ. സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതെ, സെക്കൻഡ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. കണ്ണൂരി ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് കാണുന്ന നല്ല രസമാണ്. എല്ലാവരും ഈക്വലി നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തു. പിന്നെ സൗബിൻ നല്ല ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മലയാള സിനിമയുടെ ഒരു സീൻ തന്നെ മാറാൻ പോവുകയാണ് ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ. എങ്ങനെയുണ്ട് അത് പറയാൻ ഞാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല കണക്റ്റ് ആവും. കാരണം നമ്മൾ കൂട്ടത്തിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഇൻസിഡൻസ് ഒക്കെ ഐറ്റം മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ ഓർമ്മ വരാനോ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട്. സൗബിൻ ബാസ് നല്ല മേക്കിംഗ് ആയിരുന്നു. പോയിട്ടുണ്ട്. ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് ഇമോഷണൽ ആയിരുന്നു. നല്ല പടാ, നല്ല കണ്ടോ നൈസ് പടായിരുന്നു. ഡയറക്ഷൻ കൊള്ളാം. ഇങ്ങനെ എടുക്കാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി സിനിമയാണ്. അപ്പോൾ ഈ പടത്തിൽ നിങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചത് പോലെ ഇങ്ങനെയാണ് പടം എടുക്കേണ്ടത്, മനസ്സിലായില്ലേ? നല്ല സെക്കൻഡ് ഹാഫ് ആയിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ത്രില്ലറാ, സർവൈവ് ത്രില്ലറാ. അപ്പം നല്ല ഇതടിപ്പോണം. നല്ല നമുക്ക് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ നല്ല ജില്ലിന്ന് നിൽക്കും. ഓക്കെ, നൈസ്. കണ്ടിരിക്കേണ്ട പടമാണ്. അവസാനമൊക്കെ കണ്ണ് കറയും, ഇമോഷണലായി ഇപ്പോൾ. അത്ര വില കൊടുത്തിട്ടുണ്ട്. അവസാനം ട്രൂ ബേസ്ഡ് സ്റ്റോറി ആയതുകൊണ്ട് കിടിലമായിട്ടുണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി പടം, അടിപൊളി പടം, നല്ല പടം, നല്ല സൗണ്ട്, ഒരു ഹൊറർ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി സീനാണ്. ഹൈപ്പിന് അത്ര ഇല്ല. ഹൈപ്പിന് അതിൻ്റെ ചോദിച്ചാൽ അത്രയ്ക്കൊന്നുമില്ല, ഒറിജിനൽ കഥയല്ലേ. പക്ഷെ കൊള്ളാം, സീനൊന്നുമില്ല, ഓക്കെയാണ്. വൺ ടൈം വാച്ചാണ്, കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ്. ടെക്നിക്കൽ സൈഡൊക്കെ എഡിറ്റിംഗ് ഒക്കെ വൈസ് കളറിങ്ങും ഗ്രേഡിങ്ങും എല്ലാം നൈസാണ്. വൺ ടൈം വാച്ചാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സലീം കുമാറിൻ്റെ മോനായാലും സൗബിനായാലും ശ്രീനാഥ് ബാസി ആയാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നല്ല പടം. പോയി നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടില്ല, പോയി കണ്ടാൽ മതി. 150 പടം നല്ല ആവറേജ് അല്ല, എബോ ആവറേജ് ആണ് പടം. പടം ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു സർവൈവർ ത്രില്ലറാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്താണ്. പക്ഷേ അതൊന്നും വെച്ച് കമ്പയറല്ല. മലയാളത്തിൽ ഇതുവരെ എടുത്തതിലുള്ള ഏറ്റവും മികച്ചൊരു സർവൈവർ ത്രില്ലറാണ് മഞ്ഞുമൽ. നല്ല നല്ല സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി സിനിമ, സൂപ്പർ സിനിമ, നല്ല സിനിമ. ത്രില്ലർ തന്നെ. അല്ല മോശമൊന്നുമില്ല. അല്ല പറയാറിലൂടെ ചേട്ടാ